ഇങ്ങോട്ട് പറയിക്കടാ. നീ എന്താടാ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഫാൻസി കടയിൽ കിട്ടുന്ന ബൊമ്മ പോലീസ് ആണെന്ന് കരുതിയോടാ ഞാൻ. ഇവിടെ ഇക്കടാ, സത്യം പറയടാ, നിന്റെ കൂടെ വന്നവൻ എന്താ ബൈക്ക് നിർത്താതെ പോയത്? എനിക്ക് അറിയത്തില്ല സാറേ. അറിയത്തില്ലയോ? ഇല്ല. നിനക്കെന്താ മൊത്തത്തിലൊരു പരുങ്ങല്? നിന്റെ വണ്ടി കഞ്ചാവ് ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ കഞ്ചാവൊന്നുമില്ല. ആവശ്യമില്ലാതെ കേസ് പറഞ്ഞ അകത്താക്കല്ലേ. പോലീസ് സ്റ്റേഷൻ കയറി കഴിഞ്ഞവരെ ചത്താ. പോലീസ് സ്റ്റേഷൻ അത്രയ്ക്ക് വൃത്തിയായിട്ട സ്ഥലമാണ്. അതല്ല സാറേ, പേടിച്ചിട്ടാ എന്നെ വിട് സാറ്. നീ പറ്റെ പിടിച്ച് വലിക്കല്ലേ, എന്റെ ബെൽറ്റ് ലൂസാ. ഓ, എവൻ എന്നെ സ്വതന്ത്രനാക്കും. ഒന്ന് എണീക്കണ റാസ്കൽ. എന്താ നിന്റെ ഉദ്ദേശം? സാറിന്റെ മുഖം ഇവിടെ എന്റെ കഴുത്തിന്റെ മുകളിലുണ്ട്. സാറേ എന്നെ വിട് സാറേ. ആദ്യം നീ എന്നെ വിട്, എന്നാ ഞാൻ നിന്നെ വിടാം. സത്യം പറയടാ, സത്യം പറ. ആ വന്നവനെ നിനക്കറിയാവോ? എനിക്ക് അവനെ അറിയാം, പക്ഷെ അവനെ എനിക്കറിയത്തില്ല. ഓ, എന്നെ വീണ്ടും കിറക്കുന്നു. എടാ, നിനക്ക് എന്നെ അറിയാവോടാ? അറിയത്തില്ല. ആരാ? മനസ്സിലായില്ല. ഞാൻ SI അല്ലേടാ ഇവിടത്തെ. എന്താ സൈ? എന്ത് കോലാ സാറേ, മരം കൊത്തി കോളാൻ എടുത്തോലുണ്ട്. സാറേ, സാറ് SI എന്നൊക്കെ പറഞ്ഞാലേ ആരോഗ്യത്തിലൊക്കെ അത്ര ശക്തിമാനായിരിക്കും. സാറെന്താ സാർ ഇങ്ങനെ ഉണങ്ങിപ്പോയെ? എനിക്ക് 3 ആഴ്ച വെയിലത്തായിരുന്നു ഡ്യൂട്ടി, അതാ ഞാൻ ഉണങ്ങിപ്പോയെ. എടാ, നിനക്കെന്നെ അറിയാൻ മേലാഞ്ഞിട്ടാ പോലീസ് നായെ കണ്ടുപിടിക്കേണ്ട പല കേസുകളും തെളിയിപ്പിച്ചത് ആരാ? ഈ ഞാനാ. ഓ സാറി, പോലീസ് സ്റ്റേഷനിലെ പോലീസ് നായല്ലേ? ആ മൂക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഇനി നീ ചെലച്ച ഈ മൂക്കിൽ കൂടെ കയറ്റി നിന്നെ ഞാൻ ഇവിടെ തുപ്പി വെക്കും. തുപ്പി വെക്കല്ലേ? മിണ്ടരുത്. എന്റെ മുഖത്തൊന്ന് നോക്കടാ. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ പത്രം നീ വായിച്ചോ? ഞാൻ വായിച്ചു. ആ പത്രത്തിൽ എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ചരമകോളം ഞാൻ അങ്ങനെ നോക്കാറില്ല സാർ. എടാ, ചരമകോളമല്ല, അരക്കുപ്പി വാറ്റിയതും ആ വാറ്റുകാരനെയും കൂടെ ഞാൻ പൊക്കിയത് ഫോട്ടോ ഉണ്ടായിരുന്നു ഫ്രണ്ട് പേജില്. സാറേ, നല്ല സാധനമായിരിക്കും അല്ലേ? ഇച്ചിരി ഉണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് അടിക്കാറ്. ഓ ഇല്ലടാ, തീർന്നു പോയി. അതുപോലെ കൊള്ളത്തില്ലായിരുന്നു. ഞാനൊരു 60 അടിച്ചപ്പോഴത്തേക്ക് 3 ദിവസം കക്കൂസിന്ന് ഇറങ്ങിയില്ല. പോലീസ് സ്റ്റേഷനിൽ വന്ന് വാറ്റ് ചോദിക്കുന്നോടാ. നിനക്ക് വാറ്റല്ല, നിന്നെ ഞാൻ മുറത്തിലിട്ട് പാറ്റ. അയ്യോ. എടാ, എന്റെ പേര് കേട്ട ഈ നാട്ടിലുള്ളവരെല്ലാം കിടുകിടാ വിറയ്ക്കും, അറിയാവോ? എന്താ സാറിന്റെ പേര്? ഭീമനസൈ. ഭീമൻ കേക്കണ്ട, കഥക്കെ അടിച്ച് കൊല്ലും. അയ്യോ എടാ, ഞാൻ ഭയങ്കര ഫേമസ് എടാ. എന്ത് ഫേമസ് സാറേ? ഈ നാട്ടുകാരനെ എനിക്ക് സാറിനെ അറിയത്തില്ല, പിന്നെ ഫേമസ് ഇങ്ങോട്ട് തള്ളാ സാറേ. അപ്പൊ ഞാൻ ഫേമസ് അല്ലേ? എവിടുന്ന്? അപ്പൊ ഈ ഫേമസ് ആവാൻ എന്ത് ചെയ്യണം? ഫേമസ് ആവാൻ ഞാൻ വഴിയൊക്കെ പറഞ്ഞു തരാം. സാറിനെ ഇവിടുന്ന് വിടാവോ? എന്റെ അമ്മച്ചിയാണ് സത്യം, പട്ടി കടിച്ചു കത്ത എന്റെ കുത്തച്ഛനാണ് സത്യം. എന്നെ ഫേമസ് ആക്കിയാൽ നിന്നെ ഞാൻ ഇവിടുന്ന് വിടാം. അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. പറ. നമ്മളെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ സാറ് വൈറലാവും, ഫേമസ് ആവും. പിന്നെ സാറിന്റെ തോളിലെ സ്റ്റാറിന്റെ എണ്ണം കൂടുകയും ചെയ്യും. സ്റ്റാറിന്റെ എണ്ണം കൂടണ്ട. അതെന്താ? എന്റെ ഷോൾഡർ കംപ്ലൈന്റ്, ഇനി എനിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല. സാറേ, നമ്മള് വൈറലായിട്ട് സാറിന് ഫോളോവേഴ്സ് കൂടുമെന്ന്. എനിക്കിപ്പം തന്നെ എത്രയും ഫോളോവേഴ്സ് ഉണ്ട്. അതെങ്ങനെ? എടാ, ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര പോലീസുകാരെ എന്നെ ഫോളോ ചെയ്ത് വരുന്നതെന്ന് അറിയാവോ? അതെന്തിനാ? ആ കള്ളന്റെ കശത്തും തന്നെ എങ്ങനെയെങ്കിലും ജീവനോട് കൂടി ഊരാൻ. സാറേ, വൈറലായിട്ട് സാറിന് ഫേമസ് ആവണോ? വീഡിയോ എടുക്കണോ? എടാ, വീഡിയോ എടുക്കാനുള്ള ഒരു സൂപ്പർ ഐഡിയ എന്റെ കയ്യിലുണ്ട്. അതായത് നിന്നെ ഞാൻ പിടിച്ചോണ്ട് വരുന്നു, എന്നിട്ട് കുനിച്ചു നിർത്തുന്നു, കൂമ്പിനിട്ടിരിക്കുന്നു, നീ കരഞ്ഞുകൊണ്ട് പറയുന്നു, അയ്യോ സാറേ എന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ട് സാറേ എന്ന്. അങ്ങനെ വേണ്ട, വേല മനസ്സിൽ എന്നെ പിടിച്ച് അകത്തിടാനല്ലേ? ഏറ്റില്ല. സാറേ, നമ്മളെ വീഡിയോ എടുത്ത് നല്ലതുപോലെ ഒരു വൈറലാകണമെങ്കിലുണ്ടല്ലോ, വെറൈറ്റി ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം. അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. ആണോ? ഇവിടെ വന്നേ. ഇവിടെ പോകുന്നു. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ. സാറൊരു കിഴങ്ങനായി പോയി സാറേ. അതല്ല, നമ്മൾ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേഷം മാറണമെന്ന്. ഞാൻ SI ആവണം, സാർ പ്രതി ആവണം. ഞാൻ പ്രതി ആവണം, നീ SI ആവണം. എങ്കിലേ സാറ് റീച്ച് ആവത്തോളൂ. ഓക്കെ, അപ്പൊ എന്റെ യൂണിഫോം ഞാൻ നിനക്ക് തരാം. നീ SI ആവും, എന്റെ പ്രതിയാക്കി. പക്ഷെ ഒരു കാര്യം, എന്നെ വൈറലാക്കണം. അമ്മയാണ് സത്യം. ബേക്കറി ഇരിക്കുന്ന അലുവ കണ്ടുപോലും ഞാൻ ഇത്രയും കൊതിച്ചിട്ടില്ല. സാറിനെ ഞാൻ വൈറലാക്കി ഉത്തുംഗ സിംഗത്തിലെത്തി. പിന്നെ ഞാൻ സെൻട്രൽ ജയിലിൽ എത്തിക്കോടാ. സാറേ, ഇത് വെള്ളം കണ്ടിട്ടില്ലേ? എന്താണ് നീ പിശുപിച്ചേക്കുന്നേ? അല്ല, സാറിന്റെ മഹത്വം ഞാൻ പറഞ്ഞതാ. ഞാനും നല്ല മഹത്വം പറയുന്ന പോലീസുകാരനാ. 1-2 മഹത്വം ആ ചെവി പറഞ്ഞു തരട്ടെ. അയ്യോ വേണ്ട സാറേ, മര്യാദക്ക് എന്നെ വൈറലാക്കടാ. എങ്കിൽ സാറിന്റെ മൊബൈൽ എടുത്ത് നമുക്ക് പെട്ടെന്ന് വൈറലാവണം. ഇപ്പൊ നിന്നെ കണ്ട കറക്റ്റ് SI സത്യം. ഞാനൊരു പ്രതി. ഞാനപ്പോ SI, സാറ് പ്രതി. അതല്ലേ? അങ്ങോട്ട് പറഞ്ഞു, ഇവിടെ നിൽക്കുക. അടിച്ചതിന്റെ ആൾക്കാരൊക്കെ കേട്ടോ. സാറെന്ന ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് വൈറലായ ഒരു ഐഡിയ ഉണ്ട്. സാറിന്റെ ഫേസ്ബുക്കിൽ നമുക്ക് ലൈവ് പോവാം. അപ്പൊ സാറ് പെട്ടെന്ന് വൈറലായി കിടക്കാച്ചയാവും. പാട്ട് കൂട്ടിട്ട് പാട്ടിട്. സാറേ, പെരുമഴ പെരുമഴ. മഴ പെയ്ത ഇടിയും വിട്ടു. ഇടി എനിക്ക് പേടി. ഇനി ബാക്കി നാളെ കളിക്കാം. സാറേ, എവിടെ പോയി? എന്തൊരു പൊട്ടനാ നിങ്ങൾ. കമന്റിന്റെ പെരുമഴയെന്നാ പറഞ്ഞത്. കമന്റിന്റെ പെരുമഴ. കമന്റ് ഒക്കെ വായിച്ച ഞാനൊന്ന് കേക്കട്ടെ. സാറേ, ഈ കമന്റിന്റെ കൂടെ ഒരു പെണ്ണുമ്പിള്ള സാറിനെ തെറി പറഞ്ഞിരിക്കുന്നു. ഇന്ന് അവളെ വെട്ടിക്കറി നോക്കട്ടെ. അയ്യോ, അതിന്റെ പെണ്ണുമ്പിള്ളയാ. മാറ്റി ഫോൺ വരുന്നു. മിണ്ടരുത് നീ. നിന്നെ ഇന്ന് ഞാൻ സെൻട്രൽ ജയിലാക്കും. ഹലോ, ആരാ? അയ്യോ അയ്യോ സാർ. അയ്യോ സാർ, സാർ ആണോ? ശരി സാർ. അങ്ങനെ ചെയ്യാം സാർ. ഓക്കെ സാർ. ഐജിയാ വിളിച്ചേ. എനിക്കറിയായിരുന്നു സാറിന് ഐജി വിളിക്കുമെന്നും സാറിന്റെ ജോലി പോകുമെന്നും. അതിനല്ലേ ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്.
എന്റെ ജോലി പോത്തില്ല. അതെന്താ? ഐ ജി വിളിച്ച എന്തിനാണെന്ന് അറിയാമോ? നീ എന്നെ വൈറലാക്കിയതുപോലെ ഐ ജിയും കൂടെ വൈറലാക്കിയിട്ട് നീ ഇവിടുന്ന് പോയാ മതിയെന്ന്. കേറി കിടക്കടാ സെല്ലില്.